മുകേഷിനെതിരെ ചുമത്തിയിരിക്കുന്ന വളരെ ഗുരുതരമായ വകുപ്പുകളാണ്. അതായത് ബലാത്സംഗ കേസ് ഉൾപ്പെടെ ജീവപര്യന്തം തടവ് ലഭിക്കാവുന്നവരെ കുറ്റങ്ങളാണ് മുകേഷിനെതിരെ ചുമത്തിയിട്ടുള്ളത്. ശാസ്ത്രീയ തെളിവുകൾ ഉൾപ്പെടെ അന്വേഷണ സംഘത്തിന് കൈമാറിയിട്ടുണ്ട് എന്നാണ് പരാതിക്കാരിയും അറിയിക്കുന്നത്. ആ റിപ്പോർട്ട് കൂടി കേട്ട ശേഷം നമ്മൾ ചർച്ചയിലേക്ക് വരും. ആലുവ സ്വദേശിയായ നടിയുടെ വെളിപ്പെടുത്തൽ ബ്ലാക്ക് മെയിലിന്റെ ഭാഗമാണെന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ ശ്രമിച്ച നടനും MLA-യുമായ M. മുകേഷിനെതിരെ ബലാത്സംഗ കുറ്റം ചുമത്തി മരട് പോലീസ് കേസെടുത്തു. കഴിഞ്ഞ ദിവസം പ്രത്യേക അന്വേഷണ സംഘം നടിയുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് മരട് പോലീസ് FIR രജിസ്റ്റർ ചെയ്തത്. കൊച്ചിയിൽ നടന്ന സിനിമാ ചിത്രീകരണത്തിനിടെ അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയിൽ അംഗത്വവും സിനിമകളിൽ ചാൻസും വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചെന്നായിരുന്നു നടിയുടെ മൊഴി. സ്ത്രീത്വത്തെ അപമാനിക്കൽ ഉൾപ്പെടെയുള്ള കുറ്റവും മുകേഷിനെതിരെ ചുമത്തിയിട്ടുണ്ട്. ജീവപര്യന്തം തടവ് വരെ ശിക്ഷ ലഭിക്കാവുന്ന ജാമ്യമില്ലാ കുറ്റം ചുമത്തിയതിന് പിന്നാലെ മുൻകൂർ ജാമ്യാപേക്ഷയ്ക്കുള്ള സാധ്യത പരിശോധിക്കുകയാണ് മുകേഷ്. തനിക്കെതിരായ കേസിനെ കുറിച്ച് പൊതുസമൂഹത്തോട് വിശദീകരിക്കേണ്ട ഒരു ജനപ്രതിനിധി വീടടച്ച് ഒളിച്ചിരിക്കുന്നു. ചില CPM നേതാക്കളുടെയും പോലീസിന്റെയും സംരക്ഷണത്തിൽ അധിക നാൾ മുകേഷിന് ഒളിച്ചിരിക്കാനാകില്ല. ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് മാറി നിൽക്കാനും പുറത്തു വരേണ്ടി വരും, വിശദീകരിക്കേണ്ടി വരും. അതിനിടെ മുകേഷിനെതിരെ ഫോൺ സംഭാഷണവും ചിത്രങ്ങളും ഉൾപ്പെടെയുള്ള തെളിവുകൾ അന്വേഷണ സംഘത്തിന് കൈമാറിയിട്ടുണ്ടെന്ന് പരാതിക്കാരി വ്യക്തമാക്കി. നന്നായിട്ട് മൊഴി എടുത്തിട്ടാണ് അവർ FIR ഇട്ടത്. നമുക്ക് അന്ന് ഷെയർ ചെയ്ത ആൾക്കാരും പിന്നെ ഏത് ലൊക്കേഷനും കൂടുതലും ഫോൺ കൺവെർസേഷനൊക്കെ ആയിരുന്നു. ചില എല്ലാം ഇല്ലെങ്കിലും ചിലതൊക്കെ ഉണ്ട്, സംസാരിക്കുന്നതൊക്കെ ഉണ്ട്. ബലാത്സംഗ കുറ്റം ഉൾപ്പെടെയുള്ളവ ചുമത്തി FIR രജിസ്റ്റർ ചെയ്തതോടെ M. മുകേഷ് MLA സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ മാത്രമല്ല, മറ്റു സംഘടനകളും സമാന ആവശ്യം ഉന്നയിക്കുന്നുണ്ട്. അരുൺ ശങ്കർ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി. ഇതാണ് സാഹചര്യം. ഇന്നും വലിയ തോതിൽ പ്രതിഷേധങ്ങളുണ്ടായി. പക്ഷേ പ്രതികരിക്കാൻ മുകേഷ് തയ്യാറാകുന്നില്ല. അതേസമയം പാർട്ടിയുടെ ഒരു വലിയ കവചം അദ്ദേഹത്തിന് ലഭിക്കുന്നുവെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ശ്രീ റെജി ലൂക്കോസ്, ഒപ്പം തന്നെ ശ്രീമതി ലാലി വിറ്റ്സൺ എന്നിവരാണ് നമുക്കൊപ്പം ഈ വിഷയത്തിൽ ചർച്ചയുമായി ചേരുന്നത്. ശ്രീ റെജി ലൂക്കോസ്, ഇത് മുകേഷ് പറയാൻ ന്യായങ്ങളുണ്ടാകാം, പാർട്ടിക്ക് പറയാൻ ന്യായങ്ങളുണ്ടാകാം. പക്ഷെ ഒറ്റ ചോദ്യമുള്ളൂ, ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ നേരിടുന്നു. ഇതിപ്പോൾ ഒന്നല്ല, പല നടന്മാരും നേരിടുന്നു. സിനിമ രംഗം മുഴുവൻ ഇങ്ങനെ ഒരു പ്രതിസന്ധിയിൽ നിൽക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു വലിയ സംശയമുനയിൽ നിൽക്കുമ്പോൾ ഒരു ജനപ്രതിനിധി ഒരു ധാർമ്മികമായ ഒരു വിഷയമെങ്കിലും പരിഗണിച്ച് ഞാനിതാ മാറി നിൽക്കുന്നു, നമ്മൾ സാധാരണ പറയുന്ന അഗ്നിശുദ്ധി വരുത്തി ഞാൻ തിരിച്ചു വരുമെന്ന് പറയാനുള്ള ഒരു തൻ്റെ ഇടമെങ്കിലും മുകേഷ് കാണിക്കേണ്ടതല്ലേ ഈ നിമിഷം? അല്ല, ഇന്ത്യയുടെ നിയമവ്യവസ്ഥയിൽ പറയുന്നത് ഒരാള് കുറ്റവാളി എന്ന് വിശേഷിപ്പിക്കപ്പെട്ടാലും കോടതി വിധിക്കുന്നതോളം വരെ അദ്ദേഹം കുറ്റവാളിയല്ല, ആരോപിതൻ മാത്രമേ ഉള്ളൂ. അത് തന്നെയുമല്ല, കേരളത്തിലെ നിയമസഭയിൽ 2 പേര് ഇരിപ്പുണ്ട്. 2 പേർക്കെതിരെയുള്ളത് ബലാത്സംഗ കേസാണ്. നേരത്തെ നിങ്ങളുടെ കൊച്ചി റിപ്പോർട്ടർ പറഞ്ഞ പോലെ തന്നെ ഒളിച്ചിരിക്കാൻ പറ്റുന്നത് 2 ദിവസത്തിനുള്ളിൽ അദ്ദേഹത്തിന് രംഗത്ത് വരുമെന്ന് മുകേഷിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു. 1 മാസക്കാലത്തോളം ഒളിവിൽ പോയ ആളാണ് ഈ പെരുമ്പാവൂർ MLA എൽദോസ് കുന്നപ്പള്ളി. അന്നെന്തുകൊണ്ട് ഇത് ചോദിച്ചില്ല? അതീവ ഗുരുതരമായ ആരോപണമല്ലായിരുന്നു. അദ്ദേഹം ജാമ്യത്തില. അതുപോലെ തന്നെ വിഴിഞ്ഞ MLA വിൻസെന്റ്, ഈ MLA-ക്കെതിരെയും വന്ന അത് അതീവ ഗുരുതരമായിട്ടുള്ള ആ ഇര തന്നെ പരസ്യമായിട്ട് മാധ്യമങ്ങളോട് പറഞ്ഞാൽ ഇതും ബലാത്സംഗ സംഘത്തിന് കേസെടുത്ത് അദ്ദേഹത്തിന് റിമാൻഡ് ചെയ്ത് അതായത് 40-42 ദിവസത്തോളം ജയിലിൽ കിടന്നു. അന്നില്ലാത്തൊരു ധാർമ്മികത എങ്ങനെയാ മുകേഷിലേക്ക് അടിച്ചേൽപ്പിക്കാൻ പറ്റുന്നത്? അതുകൊണ്ട് പാർട്ടി എടുത്ത തീരുമാനം ഒരു ജനാധിപത്യ തീരുമാനമാണ്, ഒരു തർക്കമല്ല കാര്യത്തിൽ. അതല്ല, അന്വേഷണത്തിലൂടെ കുറ്റവാളി എന്ന് കണ്ടെത്തി അതിന് തെളിവ് ചെയ്ത് പുറത്തു വന്നാൽ അദ്ദേഹത്തിനോട് രാജി ആവശ്യപ്പെടുന്നതിൽ CPM-ന് യാതൊരു മടിയില്ല. കാരണം അതിന് ഉദാഹരണം തന്നെ നമ്മുടെ മുമ്പിലുണ്ട്. ആ ധാർമ്മികത തന്നെ പ്രവർത്തിക്കൊണ്ട് രാജിവെപ്പിച്ച ചരിത്രമുണ്ട് ഇവിടെ. കാരണം വെച്ചാല് ഇവിടെ VS അച്യുതാനന്ദൻ മന്ത്രിസഭയുടെ കാലത്ത് ഇപ്പോഴത്തെ UDF-ന്റെ സഭന്റെ പേര് ഞാൻ പറയുന്നില്ല, കാരണം ഞാൻ വളരെ റെസ്പെക്ട് ചെയ്ത നേതാവാണ്. അദ്ദേഹം ഒരു വിമാനത്തിൽ വെച്ചൊരു വിഷയം ഉണ്ടായി നടി തെളിവ് സഹിതം പുറത്തു കൊണ്ടുവന്നപ്പോഴത്തേക്ക് അദ്ദേഹത്തിനോട് രാജിവെക്കാൻ ആവശ്യപ്പെട്ടത് രാജിവെച്ചു. പിന്നീട് അത് അദ്ദേഹം തെറ്റുകാരില്ലാതെ കോടതിയിൽ വന്നു. അതേ മന്ത്രിസഭയിൽ തന്നെ അദ്ദേഹം തിരിച്ചെത്തി. ഇവിടെ ഒരു ആരോപണം മാത്രമേ മുന്നിൽ വന്നിട്ടുള്ളൂ. അന്വേഷണ ഏജൻസി പോലും ഇദ്ദേഹത്തിന്റെ പേരിലുള്ള തെളിവുകൾ പുറത്തുവിട്ടിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ആരോപണം ആർക്കും ഉന്നയിക്കാം. ഞാനതുകൊണ്ട് ആരോപണം ഉന്നയിച്ച ബഹുമാനപ്പെട്ട നടിയുടെ ആരോപണത്തെ ചെറുതായിട്ട് കാണുന്നില്ല, അവരെ കുറ്റപ്പെടുത്താൻ തയ്യാറില്ല. അത് തെറ്റ് ചെയ്ത് ആരാലും ശിക്ഷിക്കപ്പെടുന്ന നയമാണ് നമുക്കുള്ളത്. ഇപ്പൊ രഞ്ജിത്തിനെ സംബന്ധിച്ചുള്ള പറയുകയാണെന്നുണ്ടെങ്കിൽ ബംഗാളിൽ നിന്നുള്ള ഒരു ബഹുമാനപ്പെട്ട ബംഗാളിലെ വളരെയധികം മുൻനിരയിലുള്ളതും ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്നതുമായ ഒരു നടി അദ്ദേഹത്തിനെ കുറിച്ച് 12 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ആരോപണമായിട്ട് പുറത്തു വന്നു, രഞ്ജിത്ത്. അത് ആ ആരോപണം മാത്രമല്ല, അദ്ദേഹം കഴിഞ്ഞ ഫിലിം ഫെസ്റ്റിവലിൽ നടത്തിയ ചില അഭിപ്രായ പ്രകടനങ്ങളൊന്നും ഒരിക്കലും ഇടതുപക്ഷമായിട്ട് യോജിക്കുന്നില്ല. അദ്ദേഹം രാജിവെക്കാൻ ആവശ്യപ്പെട്ടു. ഞാൻ തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിനകത്ത് എന്റെ പോസ്റ്റിലൂടെ. അത് ധാർമ്മികതയുള്ള എല്ലാവരും ആവശ്യപ്പെട്ടു, അദ്ദേഹം രാജിവെച്ചു. ഇവിടെ എനിക്ക് ഒരു കാര്യം പറയാനുണ്ട് ദിവിഷേ, സിനിമാ നയരൂപീകരണ സമിതിയിൽ നിന്നും മുകേഷ് രാജിവെക്കണം എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. കാരണം അത് അത്യാവശ്യമാണ്. പാർട്ടി അത് ആവശ്യപ്പെട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പൊ ഏറ്റവും പുറത്ത് നിങ്ങൾ തന്നെ പുറത്തുവിട്ടൊരു വാർത്തയിൽ നിന്നും അദ്ദേഹത്തിന്റെ പേരിലുള്ളത് ബ്ലാക്ക് മെയിലിംഗ് ആണെന്നും പണം തട്ടിയെടുക്കാനുള്ള മാർഗമാണ് സ്വീകരിച്ചതെന്നും അത് തെളിവ് സഹിതം മുഖ്യമന്ത്രിയെ അദ്ദേഹം വിവരം ധരിപ്പിച്ചതായിട്ടാണ് അറിയുന്നത്. എത്രത്തോളം സത്യമാണ് ആ വാർത്ത എന്നുള്ള എനിക്കും അറിയത്തില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഡയമെൻഷൻ മാറും തീർച്ചയായിട്ടും. അത് ഇന്ത്യൻ ക്രൈം ബ്യൂറോയുടെ റിപ്പോർട്ടിൽ പറയുന്നത് ഈ സ്ത്രീപീഡനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പുരുഷന്മാരുടെ
പുരുഷന്മാരെ ആരോപിക്കപ്പെടുന്നവരിൽ 80% നിരപരാധികളാണ്, വ്യാജ ആരോപണങ്ങളാണെന്ന് പറയുന്നുണ്ട്. ഞാൻ അടിവരയിട്ടെന്ന് പറയുന്നു കേരളത്തിലെ നടിമാരെ ഉന്നയിച്ച വ്യാജ ആരോപണങ്ങളാണെന്നുള്ളത് പറയാൻ വേണ്ടി ഞാൻ പറഞ്ഞതല്ല. ഇങ്ങനെ ഒരു ഡേറ്റ പുറത്തു വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇതെല്ലാം നമ്മൾ അന്വേഷിക്കട്ടെ, അവർക്ക് നീതി കിട്ടണം അത് അടിമാർക്ക് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഞാനൊക്കെ അത് ഉറച്ചു നിൽക്കുന്ന ആളാണ്. കാരണം സിനിമാ വേദിയിൽ ഇതുപോലെ അധാർമികമായിട്ടുള്ള ഇതുപോലെ അധമന്മാർ വിലസാൻ പാടില്ല. അവരുടെ കയ്യിലെ ഒരു മാഫിയ സംഘം പോലെ ആരെങ്കിലും അഭിനയിക്കാൻ പറ്റുന്നുണ്ട്, ഞങ്ങളുടെ കൂടെ കിടന്നിട്ട് അഭിനയിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെയുള്ള തീരുമാനം എന്ന് പറഞ്ഞ പരിഷ്കൃത കേരളീയ പൊതുസമൂഹത്തിൽ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് അത്തരക്കാർ ശിക്ഷിക്കപ്പെടണം എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. പക്ഷെ ശിക്ഷിക്കപ്പെടുമ്പോഴും ഈ കുറ്റവാളികളായി ചാർത്തപ്പെട്ടവരുടെ ജനാധിപത്യ നിയമപരമായിട്ടുള്ള അവകാശത്തെ നമ്മൾ വെല്ലുവിളിക്കാനും പറ്റത്തില്ല. കാരണം അവർ നമ്മൾ എന്ത് നിലപാടെടുക്കുമ്പോഴും പലപ്പോഴും നമ്മുടെ രാഷ്ട്രീയം കൂടി അതിൽ വിഷയമാകുന്നതാണ്. അപ്പോൾ ശ്രീമതി ലാലി വിൻസെന്റ്, ഭരണപക്ഷത്തിൽ നിന്നുള്ള അല്ലെങ്കിൽ മുകേഷ് MLA എങ്ങനെ MLA സ്ഥാനത്ത് തുടരണം, അതിൻ്റെ ഒരു ധാർമ്മികമായ ഒരു അവകാശമാണ് ശ്രീ റെജി ലൂക്കോസ് സൂചിപ്പിച്ചത്. അതേസമയം പ്രതിപക്ഷത്തും ഇതേ ആരോപണങ്ങൾ ഏറ്റവരുണ്ട്, അവരൊക്കെ തുടരുന്നു എന്നാണ്. നമ്മൾ പലപ്പോഴും രാഷ്ട്രീയം വെച്ചാണ് ചില സമയങ്ങളിൽ അവർ ഒഴിയണമെന്ന് ആവശ്യപ്പെടുക, അല്ലെങ്കിൽ ചില സമയങ്ങളിൽ അവർ അവിടെ തുടരാമെന്ന് ആവശ്യപ്പെടുക. എന്താണ് ഈ ഒരു അവസ്ഥയിൽ മുകേഷ് രാജിവെച്ച് ഒഴിയണമെന്ന ശക്തമായ വാദത്തിൽ തന്നെയാണോ താങ്കൾ? ഏത് രീതിയിലാണ് രാഷ്ട്രീയപരമായി ഈ വിഷയത്തെ നിങ്ങൾ കൈകാര്യം ചെയ്യുന്നത്? പറയുന്നത് കേൾക്കാവോ? ഞാൻ ഫോണിലൂടെയാണ് സംസാരിക്കുന്നത്. എനിക്ക് എന്തോ പ്രോബ്ലം ഉണ്ട്. കേൾക്കാവോ? കേൾക്കാം. അതായത് അദ്ദേഹം രാജിവെക്കുന്നതല്ലേ അതിന്റെ ഒരു മാന്യത. കാരണം തീർച്ചയായിട്ടും ശ്രീ രഞ്ജിത്ത് രാജിവെച്ചു, സിദ്ദിഖ് രാജിവെച്ചു, ഇനി എത്ര രാജികൾ, എന്തെല്ലാം സംഭവങ്ങൾ ഉണ്ടാവുമെന്ന് നമുക്ക് നോക്കിക്കാണാം. അദ്ദേഹം ഒരു ജനപ്രതിനിധിയല്ലേ. ഒരു ജനപ്രതിനിധിക്ക് ജനങ്ങളോടുള്ള ഉത്തരവാദിത്വവും ധാർമ്മികതയും അദ്ദേഹത്തിന് മറ്റാരേക്കാൾ കൂടുതൽ അറിയില്ലേ? അതുകൊണ്ട് അദ്ദേഹം രാജിവെച്ച് മാറി നിന്ന് അന്വേഷണം നേരിടുക എന്നുള്ളതാണ് രാഷ്ട്രീയ നീതി. അതിലെന്താ സംശയമുള്ളത്? അദ്ദേഹം ഒരു നടൻ എന്ന രീതിയിൽ നമ്മളെല്ലാവരും ബഹുമാനിക്കുന്നയാളാണ്. ഞാൻ LLBക്ക് പഠിക്കുമ്പോൾ ആ വർഷം തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തേക്ക് അദ്ദേഹം ട്രാൻസ്ഫറായി വരുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ഞാൻ കണ്ടിട്ടൊന്നുമില്ല നേരിട്ട്, എൻ്റെ കൂടെ പഠിച്ചിട്ടുമില്ല, പഠിക്കുമെന്ന് കേട്ടിരുന്നു. അന്ന് മുതൽ ഞാൻ അദ്ദേഹത്തെ കുറിച്ച് ശ്രദ്ധിക്കുന്നതാണ്. ബലൂൺ മുതലുള്ള അദ്ദേഹത്തിന്റെ സിനിമകൾ കണ്ടിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിന്റെ പേഴ്സണൽ ലൈഫിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ ഭാര്യ നൽകിയ പരാതി നമുക്കറിയാം. രണ്ടാമത് അദ്ദേഹത്തിന്റെ ഭാര്യയായിരുന്നവരും സന്തോഷമല്ലാതെ പിരിഞ്ഞു പോയതാണ്. അദ്ദേഹത്തിന്റെ ഈ ദൗർബല്യം അദ്ദേഹം തന്നെ സ്വയം തിരിച്ചറിയേണ്ടതല്ലേ? ചികിത്സ തേടേണ്ട ഒരു ദൗർബല്യം കൂടെയാണിത്. കുറ്റകൃത്യങ്ങൾ എത്രയാണെന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? 376 ഉണ്ട്, 354 ഉണ്ട്, 452 ഉണ്ട്, 509 ഉണ്ട്. ഇതെല്ലാം മുൻ IPC നിയമങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണെങ്കിൽ പുതിയ നിയമ സംഹിത അനുസരിച്ച് ജീവപര്യന്തം തടവ് കിട്ടേണ്ട രീതിയിൽ കുറ്റകൃത്യങ്ങൾ ചെയ്തു എന്ന് ശരിയായ രീതിയിൽ ഒരു പരാതി, ഡിഫാക്ടോ കംപ്ലൈനന്റിന്റെ പരാതി ലഭിച്ച സ്ഥിതിക്ക്, പോലീസ് അന്വേഷിക്കുന്ന സ്ഥിതിക്ക് മാറി നിന്ന് അന്വേഷണം നേരിടാനുള്ള ധാർമ്മികത ഒരു MLA എന്ന നിലയിൽ അദ്ദേഹത്തിനുണ്ട്. ജനങ്ങളെ നേരത്തെ സൂചിപ്പിച്ച ആ ധാർമ്മികത മറുഭാഗത്തേക്ക് കൂടി നമ്മൾ ചോദിക്കണ്ടേ? അവിടെയും അങ്ങനെ ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പോ ഈ ധാർമ്മികത പുലർത്തിയോ എന്നതാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. അല്ല, തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട ലാലി വിൻസെന്റ് ഞാൻ റെസ്പെക്ട് ചെയ്യുന്ന ഒരു കോൺഗ്രസ് നേതാവാണ്. അവർ പറഞ്ഞ ചോദ്യങ്ങൾക്കൊന്നും എനിക്ക് തീർച്ചയായിട്ടും അവരെ ഖണ്ഡിക്കാനായിട്ട് താല്പര്യമില്ല. പക്ഷേ ഈ ധാർമ്മികത എന്തുകൊണ്ട് കോൺഗ്രസ് കാണിക്കുന്നില്ല? ഞാൻ ബഹുമാനപ്പെട്ട ലാലി വിൻസെന്റിനോട് ഒരു ഉദാഹരണം പറയാം. അതായത് കേരളം മുഴുവൻ ചർച്ച ചെയ്യപ്പെട്ട ഇതിന് സമാനമായ വേറൊന്നുണ്ട്. അതായത് നിങ്ങളുടെ ഒരു യൂത്ത് കോൺഗ്രസ് വരുന്ന ഒരു വ്യക്തി സ്വന്തം ഭാര്യയും കുഞ്ഞുങ്ങളെയും നിഷ്കരണം ഉപേക്ഷിച്ചു, അതും ക്യാൻസർ രോഗിയായ ഭാര്യയും അവരുടെ 2 മക്കളെ നിഷ്കരണം ഉപേക്ഷിച്ചു. അവരുടെ വേദനകളെല്ലാം സാമൂഹ്യ മാധ്യമങ്ങളിലും വന്നു. മറ്റൊരാളുടെ ഭാര്യയുമായിട്ട് ജീവിക്കുകയും ചെയ്ത് ആൾക്ക് നിങ്ങൾ ടിക്കറ്റ് കൊടുത്ത് മത്സരിപ്പിച്ച് നിയമസഭയിൽ എത്തിച്ച ചരിത്രമുണ്ട്. അധികാരമൊന്നുമില്ല, ഈ നിയമസഭയിൽ എത്തിച്ച ചരിത്രമുണ്ട്. ഞാൻ പേര് പറയുന്നില്ല, എന്റെ ഭാര്യ കൊണ്ട് ഞാൻ പേരൊന്നും പറയുന്നത്. പേര് പറയുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല, കാരണം ഇത് കേരളം മുഴുവൻ അറിയാവുന്ന വസ്തുത. അപ്പൊ അങ്ങനെയൊക്കെയുള്ള അധാർമികതയ്ക്ക് നിങ്ങളുടെ പാർട്ടി കൂട്ടു നിൽക്കുമ്പോൾ ഞങ്ങളുടെ ചരിത്രം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്ന് ആലോചിച്ച് നോക്കി. രഞ്ജിത്തിനെ രാജിവെപ്പിച്ചു. രഞ്ജിത്ത് തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധിയൊന്നുമല്ല. എന്നിട്ട് പോലും രഞ്ജിത്തിനെ രാജിവെപ്പിച്ചു. രഞ്ജിത്തിന് ഒരു ശതമാനം പോലും വീഴ്ച ആ കാര്യത്തിൽ പാർട്ടിയുടെ ഭാഗത്തുണ്ട്. ചെറിയൊരു ആരോപണം, ആരോപണം ചെറുതൊന്നുമല്ല, വളരെ ഇതാണ്. രഞ്ജിത്തിന് പേരിൽ ചാർത്തിയിരിക്കുന്ന കുറ്റങ്ങളും സീരിയസ് ആണ്. ഇപ്പോൾ ഒരു ചെറുപ്പക്കാരൻ തന്നെ നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പോയി കേട്ടുകഴിവില്ലാത്തതിലുള്ള ആരോപണങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ ഇവരൊക്കെ ജയിലിൽ പോകണം, ഒരു തർക്കമല്ല കാര്യം. മുകേഷിന്റെ ഹിസ്റ്ററി അതിലൊന്നും വ്യത്യാസമാണ്. മുകേഷിനെതിരെയും ആരോപണങ്ങൾ വന്നിരിക്കുന്നു. കോടതിയിലേക്ക് അത് പോയിട്ടില്ല, പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്, അവരുടെ മൊഴികൾ നേടിക്കൊണ്ടിരിക്കുന്നു. അദ്ദേഹം പരസ്യമായിട്ട് മാധ്യമങ്ങളിലൂടെ പറഞ്ഞില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വേഷം പുറത്തു വന്നിട്ടുണ്ട്, മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ബ്ലാക്ക് മെയിലിംഗ് ആണ്. എനിക്ക് അയച്ചിരിക്കുന്ന മെസ്സേജുകൾ, പൈസ ചോദിച്ചുള്ള മെസ്സേജുകളെല്ലാം അതിന്റെ ഡിജിറ്റൽ തെളിവ് സഹിതം മുഖ്യമന്ത്രിയെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്, കാണിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം പറയുമ്പോൾ ആ ഒരു ചെറിയ നീതി മുകേഷ് അർഹിക്കുന്നില്ലേ?
തീർച്ചയായിട്ടും. പിന്നെ തന്നെയല്ല, ജനാധിപത്യത്തിൽ ഈ ധാർമ്മികത എന്ന് പറയുന്നത് ഈ രാഷ്ട്രീയ CPM മാത്രമേ ഈ ധാർമ്മിക ചുമക്കേണ്ട ബാധ്യതയുള്ളൂ. CPM ധാർമ്മിക ലൂക്കോസ്, അവിടെയുള്ള പ്രശ്നം ഇങ്ങനെ ആരോപണം വരുമ്പോൾ ആദ്യഘട്ടത്തിലൊന്നും ആരും അത് സമ്മതിക്കാറില്ല. അത് മറ്റെന്തെങ്കിലും രീതിയിലുള്ള ആരോപണങ്ങളാണ്, അല്ലെങ്കിൽ ബ്ലാക്ക് മെയിലിംഗ് ആണ്, അല്ലെങ്കിൽ തെറ്റായി വ്യാഖ്യാനിച്ചതാണെന്നൊക്കെ പറഞ്ഞ് തന്നെ പ്രതിരോധിക്കാനുള്ള ആദ്യഘട്ടത്തിൽ ശ്രമിക്കിയത് ഇവരെല്ലാം കുറ്റാരോപിതർ മാത്രമാണ്, ഒരിക്കലും കുറ്റവാളികളല്ല. അത് കോടതിയാണ് തെളിയിക്കേണ്ടത്. ഞാൻ ശ്രീമതി ലാലി വിൻസെന്റിന് ശ്രീ റെജി ലൂക്കോസിനോടുള്ള മറുപടി പറയാം. ഇത് ഈ രാഷ്ട്രീയം മാറുമ്പോൾ നമ്മുടെ ധാർമ്മികത മാറുന്നു എന്നൊരു പ്രശ്നം അത് ഇരു വിഭാഗങ്ങളും പുലർത്തുന്ന ഒരു കാര്യം കൂടിയാണ്. ശ്രീമതി ലാലി വിൻസെന്റ്, ശ്രീ റെജി ലൂക്കോസിനോട് വളരെ ബഹുമാനത്തോടെ ഞാൻ ചോദിക്കട്ടെ, താങ്കൾ പറഞ്ഞ വ്യക്തിയുടെ ഭാര്യ ഭർത്താവ് പീഡിപ്പിച്ചെന്നോ ഉപേക്ഷിച്ചെന്നോ ഭർത്താവിൽ നിന്ന് നീതി കിട്ടണമെന്നോ പറഞ്ഞ് ഏതെങ്കിലും കോടതിയെ സമീപിച്ചിട്ടുണ്ടോ? ഒരു പരാതിക്കാരി ഇല്ലാത്തൊരു വിഷയത്തിൽ അദ്ദേഹത്തിന്റെ പ്രത്യേക മതവിഭാഗം അനുവദിക്കുന്ന രീതിയിൽ അവർ തമ്മിൽ ഉണ്ടായ ധാരണയുടെ പുറത്ത് സംഭവിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതത്തെ ഇവിടെ കൊണ്ടുവന്ന് കൂട്ടിക്കുഴയ്ക്കുന്നത് മര്യാദയാണോ? മുകേഷിനെതിരെ പരാതി ഉണ്ടല്ലോ. ആദ്യത്തെ ഭാര്യ സരിതയുടെ പരാതി ഉണ്ടായിരുന്നില്ലേ? രണ്ടാമത്തെ ഭാര്യ പിരിഞ്ഞു പോയില്ലേ? ഇപ്പോൾ നടിയുടെ പരാതിയില്ലേ? പല പരാതികൾ ശ്രീ മുകേഷിന്റെ നേരെ വന്നപ്പോഴും ആരും പ്രതികരിച്ച് അദ്ദേഹത്തിനെതിരെ നിങ്ങൾ രാജിവെച്ച് ഇറങ്ങിപ്പോയി എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ കുറ്റകൃത്യങ്ങളെ കുറിച്ച് കൃത്യമായി ഒരു ഡിഫാക്റ്റോ കംപ്ലൈനന്റ് അത് അവതരിപ്പിച്ചു കഴിയുകയും അതിനെക്കുറിച്ച് കേസ് ഉണ്ടാവുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ശിക്ഷിക്കപ്പെടുമോ ഇല്ലയോ എന്നുള്ളത് പിന്നത്തെ കാര്യം. ഞാൻ 40 വർഷമായി തൊഴിൽ ചെയ്യുന്ന അഭിഭാഷകയായി ജോലി ചെയ്യുന്നയാളാണ്. 40 വർഷം കഴിഞ്ഞു. ഒരു പക്ഷേ കേസിൽ പല രീതിയിലും മാറ്റങ്ങൾ സംഭവിക്കാം, ചിലപ്പോൾ വെറുതെ വിട്ടേക്കാം, അതെല്ലാം പിന്നീടുള്ള കാര്യങ്ങളാണ്. പക്ഷേ ആരോപണ വിധേയമായ ഒരു ജനപ്രതിനിധി താൻ സത്യപ്രതിജ്ഞ ചെയ്ത് ചാർജ് എടുത്ത MLA എന്ന പദവിയിൽ നിന്ന് മാറി നിൽക്കാതെ കടിച്ചു തൂങ്ങുന്നത് എന്ത് നയമാണ്? അതിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നോ വലതുപക്ഷമെന്നോ ഞാൻ പറയുന്നില്ല. ആരോപണ വിധേയനായ രഞ്ജിത്തിനും സിദ്ദിഖിനും അവർ MLA-മാരല്ലാഞ്ഞിട്ടുകൂടി അവരുടെ ധാർമ്മികമായ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് മാറാൻ കഴിഞ്ഞുവെങ്കിൽ പോട്ടെ. അമ്മയിലെ രാജി എന്താണ്? അമ്മയിലെ രാജിയിലെ ധാർമ്മികത എല്ലാവരും കൂടെ ഒന്നിച്ച് ഒരു രാജി എഴുതി കൊടുത്ത് സംഘടനയുടെ പ്രവർത്തനങ്ങളെ പ്രതിസന്ധിയിലാക്കി ഇറങ്ങിപ്പോയി. 2 മാസത്തേക്ക് ഇനി ഒന്നുമില്ല. 2 മാസത്തിന് ശേഷം പുതിയ തെരഞ്ഞെടുത്ത് പുതിയ ഭാരവാഹികൾ വരുമ്പോൾ ഈ കഞ്ഞി ആറിയ കഞ്ഞി പഴം കഞ്ഞി. എന്താണ് നടക്കുന്നത്? ഇതെല്ലാം രാഷ്ട്രീയ പ്രേരിതമല്ലേ? ശ്രീ മുകേഷ് മുഖ്യമന്ത്രിക്ക് എന്ത് വിശദീകരണം കൊടുത്താലും ശ്രീ മുകേഷ് വിശദീകരണം നൽകേണ്ടത് ജനങ്ങളോടല്ലേ? തന്നെ ജയിപ്പിച്ച ജനങ്ങളോടല്ലേ? അദ്ദേഹത്തെ ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ നമ്മൾ ബഹുമാനിക്കുന്നു. കലാകാരൻ കുറ്റവാളിയായാൽ എന്ത് ചെയ്യും? നടപടിയെടുക്കണ്ടേ? കലാകാരന്മാരോടുള്ള നമ്മുടെ വൈകാരികമായ ബഹുമാനവും സ്നേഹവും മുതലെടുത്തുകൊണ്ട് ഒരു ജനപ്രതിനിധിക്ക് ലഭിക്കുന്ന സൗകര്യങ്ങളെ അദ്ദേഹം അനുഭവിച്ചുകൊണ്ട് അദ്ദേഹം തെരഞ്ഞെടുപ്പിനെ ഇനിയും നേരിടാൻ വേണ്ടി തയ്യാറാകാൻ വേണ്ടി MLA ആയി തുടരാമെന്നും അന്വേഷണ കമ്മിറ്റിയുടെ മുമ്പാകെ തന്റെ സ്വാധീനം ഉപയോഗിക്കാമെന്നും അതിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിന് വെള്ളവും വളവും നൽകാമെന്നും പറഞ്ഞാൽ പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടികളോ പൊതുജനമോ മിണ്ടാതെ ഇരിക്കണമെന്നാണോ ശ്രീ റെജി ലൂക്കോസ് പറയുന്നത്? ഇതാണ് വിഷയം. ശ്രീ റെജി ലൂക്കോസ്, ഇപ്പോൾ ശ്രീമതി ലാലി വിൻസെന്റ് പറഞ്ഞ ഒരു കാര്യം, അത് സിനിമാ താരം എന്ന ഒരു നമുക്ക് അവരോട് തോന്നുന്ന ഒരു വൈകാരികമായ അടുപ്പമുണ്ട്. അത് പല താരങ്ങളെയും നമുക്കറിയാം. അപ്പോൾ ആ ഒരു സ്നേഹമൊക്കെ ജനപ്രതിനിധിയിലേക്കുള്ള വഴിയിൽ അദ്ദേഹത്തെ തുണച്ചിട്ടുമുണ്ടാകും. ഇങ്ങനെ ഒരു ഘട്ടത്തിൽ തന്നെ സ്നേഹിക്കുന്ന ജനങ്ങൾ അല്ലെങ്കിൽ വിമർശിക്കുന്നവരോടൊക്കെ മുമ്പിൽ താനിത് ചെയ്തിട്ടില്ല എന്ന് 100% ഉറപ്പുണ്ട്. 2 രീതിയിലാണല്ലോ നിരപരാധികൾ പലപ്പോഴും പെരുമാറുക. ഒന്ന്, താൻ നിരപരാധിയാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഏതറ്റം വരെയും ഫൈറ്റ് ചെയ്യാൻ തയ്യാറാവും. മറ്റൊന്ന്, നിരപരാധിയാണെന്ന് അറിഞ്ഞിട്ടും ഞാൻ ഇതൊക്കെ കേൾക്കേണ്ടി വന്നല്ലോ എന്ന വിഷമത്തിൽ തകർന്നു പോകും. അങ്ങനെ രണ്ടും സംഭവിക്കാം മനുഷ്യന്. അപ്പോൾ ആ ഫൈറ്റ് ചെയ്യാൻ തയ്യാറാകുന്ന ആളാണോ മുകേഷ് എന്ന് നമുക്കറിയില്ല. അതോ തകർന്നിട്ടുണ്ടോ? കാരണം അദ്ദേഹത്തിനൊന്ന് പ്രതികരിച്ചാൽ അദ്ദേഹം തകർന്നോ തകർന്നില്ലയോ എന്നെങ്കിലും അറിയാം. 2 വാക്ക്, ഇതാണ് അവസ്ഥ, ഞാൻ ശക്തമായി മുന്നോട്ട് പോകുമെന്ന് പറയാമല്ലോ. ഇത് ആദ്യത്തെ ദിവസം ബ്ലാക്ക് മെയിലിംഗ് എന്നൊരു കുറിപ്പിട്ടതിന് ശേഷം പിന്നെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരു പ്രതികരണവുമില്ല. അപ്പോൾ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നവരും കാത്തിരിക്കുന്നുണ്ടാകുമല്ലോ അദ്ദേഹം എന്താണ് ഇതിലെടുക്കുന്ന നിലപാടെന്നറിയാൻ. ദിപേഷ്, അതിനു മുമ്പ് ഞാൻ ബഹുമാനപ്പെട്ട ലാലി വിൻസെന്റിനോട് ഞാൻ പ്രതികരിച്ചോട്ടെ. അവര് വളരെ മോസ്റ്റ് റെസ്പെക്റ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയാണ് കേരള രാഷ്ട്രീയത്തിൽ, പ്രത്യേകിച്ച് കോൺഗ്രസിൽ. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പോലെ പറഞ്ഞ വളരെ റെസ്പെക്ട് ചെയ്യുന്ന ആളെന്ന്. എല്ലാവരെ കുറിച്ചും നമ്മളങ്ങനെ പറയാറില്ല. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഒരാളുടെ പേര് ഉപയോഗിച്ചില്ല, അതെന്റെ മാന്യതയാണ്. പേര് ഉപയോഗിച്ചവരെ കൂടെ നിരവധി പേരുണ്ട്. ആ സംഭവത്തിന് അദ്ദേഹത്തിന് ജസ്റ്റിഫൈ ചെയ്ത് ബഹുമാനപ്പെട്ട ലാലി വിൻസെന്റ് വന്നത് എന്നെ അത്ഭുതപ്പെടുത്തും. കാരണം അവരുടെ
എത്രയോ മാധ്യമങ്ങളിൽ അവർ പ്രതികരിച്ചിരിക്കുന്നു, എത്രയോ അവരുടെ സോഷ്യൽ മീഡിയയിൽ അവർ പരസ്യമായിട്ട് പ്രതികരിച്ചിരിക്കുന്നു. ആ ഒരു ധാർമ്മികതയെ കുറിച്ച് ചോദിച്ചപ്പോൾ അതിനെ ജസ്റ്റിഫൈ ചെയ്യാന്ന് പറഞ്ഞാൽ എന്നെ അത്ഭുതപ്പെടുത്തുന്നു. അതല്ല നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പൊ നിങ്ങളുടെ ഒരു MLA ഒരു മാസക്കാർ ഒളിവിൽ പോയി, ഒരു അക്ഷരം പോലും പ്രതികരിക്കാതെ ഉണ്ട്. ഇവിടെ നിബീഷനോട് ചോദിച്ചത് എന്തുകൊണ്ട് മുകേഷ് പ്രതികരിക്കുന്നില്ല? അദ്ദേഹം പ്രതികരിക്കുമായിരിക്കും, 24 മണിക്കൂറായുള്ളൂ അദ്ദേഹം മാധ്യമങ്ങളുടെ സർവൈലൻസിലായിട്ട്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും അദ്ദേഹം പ്രതികരിക്കുന്ന ആളെന്നുള്ള ഒരു അഭിപ്രായമാണ് വ്യക്തിപരമായിട്ട് എനിക്കുള്ളത്. പക്ഷെ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും അദ്ദേഹത്തിനെ കുറിച്ച് നിങ്ങൾ തന്നെ പുറത്തു വന്നിട്ടിരിക്കുന്ന വാർത്തകൾ ശരിയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാഗം ആയിരിക്കാനുള്ള സമയം, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാഗം കേൾക്കാനുള്ള സമയം കൊടുക്കേണ്ടത്. അതല്ലേ ഇന്ത്യയിലെ നീതിന്യായ വ്യവസ്ഥയിലെ ഒരു സാമാന്യ ധാർമ്മികത. ഈ ധാർമ്മികത ഒരു പാർട്ടിക്ക് മാത്രമാണോ? അതാ ഞാൻ ചോദിക്കുന്നത്. CPM അല്ലെ കോൺഗ്രസിന്റെ 2 MLA അത് തന്നെയല്ല, നിങ്ങളുടെ വിഴിഞ്ഞ MLA, എനിക്ക് ആ വിഴിഞ്ഞ MLA എന്റെ സുഹൃത്താണ്, എനിക്ക് വളരെ പേഴ്സണലായിട്ട് എനിക്ക് താല്പര്യമുള്ള ആളാണ്. അതുകൊണ്ട് ഞാനൊക്കെ പറയാം, അദ്ദേഹം ഞാനായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് നിങ്ങൾ 2ാമത് ടിക്കറ്റ് കൊടുത്തു, അദ്ദേഹം ജയിലിൽ കിടന്നാണ്. എന്താ പ്രശ്നം? ഒരു വീട്ടമ്മയെ ഉപദ്രവിച്ച കേസാണ്. അതുമെല്ലാം മാധ്യമങ്ങളിലൂടെ ലൈവായിട്ട് കാണിച്ചതാണ്. മാതൃഭൂമി ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ അത്ര ഡിബേറ്റ് പോലും നമ്മളൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. വീണ്ടും നിങ്ങൾ സീറ്റ് കൊടുത്ത് അദ്ദേഹത്തിന് നിയമസഭയിൽ എത്തിച്ചു. എന്തൊരു ധാർമ്മികത നിങ്ങൾ കാണിച്ചു? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഏതെങ്കിലും ആരോപണം നിങ്ങൾ വേറെ കാര്യം, ഞങ്ങളുടെ ഒരു മുൻ MLA KPCC ചെയർമാൻ PK ശശി, അദ്ദേഹത്തിന്റെ കുറിച്ചൊരു ആരോപണം പുറത്തു വന്നപ്പോൾ ഒരു തെളിവ് ഇതുവരെ ആർക്കും ഹാജരാക്കാൻ പറ്റിയെങ്കിൽ പോലും അദ്ദേഹത്തിന് സീറ്റ് നിഷേധിക്കുകയും ഇപ്പൊ അദ്ദേഹത്തിന് പാലക്കാട് ജില്ലാ പാർട്ടിയുടെ സെൻട്രൽ കമ്മിറ്റിയിൽ നിന്ന് ഒരു സാധാ CPM മെമ്പറായിട്ട് ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തി. ഇങ്ങനെയൊക്കെയുള്ള പാർട്ടികളാ. നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെയുള്ളവർക്കെതിരെ എന്തെങ്കിലും നടപടി സ്വീകരിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ തന്നെ ഒരു സംസ്ഥാനത്ത് ഉന്നതനായ ഒരു അഡ്വക്കേറ്റ്, നിങ്ങളുടെ ലീഗൽ സെല്ലിന്റെ ചെയർമാൻ കുറിച്ച് ഒരു ആരോപണം വന്നിട്ടുണ്ട്, അദ്ദേഹത്തിന് രാജിവെച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ ഇതൊന്നും അവർക്ക് മാത്രം ധാർമ്മികതയുടെ പ്രശ്നങ്ങളൊന്നുമില്ല, ഞങ്ങൾക്ക് മാത്രമുള്ളെന്ന് പറയുന്നത്. അതുപോലെ ഞാൻ ബഹുമാനപ്പെട്ട രാജവൻസിന്റെ അടുത്തോളം ചെറിയൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഞാനൊരു കാര്യം പറയാം. നിങ്ങൾ ആരെങ്കിലും, നമ്മളെല്ലാവരും ഇന്ത്യ തന്നെ ലോകത്തിലെ മാധ്യമങ്ങൾ മുഴുവൻ റിപ്പോർട്ട് ചെയ്ത ബ്രിജ്ഭൂഷൺ എന്ന് പറയുന്ന മുൻ MP, അന്നത്തെ MP ആയിരുന്നു, നമ്മുടെ സാക്ഷി മാലിക് ഉൾപ്പെടെയുള്ള ഒളിമ്പിക്സ് മെഡൽ നേടിയ അഭിമാന താരങ്ങൾ, ലോകത്തിന്റെ മുമ്പിൽ ഇന്ത്യയുടെ അഭിമാന താരങ്ങൾ എത്രയോ കാലം ഡൽഹിയിൽ പരസ്യമായിട്ട് പ്രതിഷേധിച്ചു. അവരുടെ മെഡലുകൾ അവർ ഗംഗയിൽ കൊണ്ട് ഒഴുക്കാൻ ശ്രമിച്ചു. നമ്മുടെ കർഷക നേതാവ് ടിക്കായത്തിന്റെ ഇടപെടലില്ലായിരുന്നെങ്കിൽ രാജ്യത്തിന്റെ സ്വത്താണ് സ്വർണ്ണ മെഡൽ എന്ന് പറയാൻ ഒരു ഒളിമ്പിക്സ് മെഡൽ അവർ പുഴയിൽ ഒഴിക്കാനെ. അവരിൽപ്പെട്ട ഒരു കുട്ടി വീണ്ടും ഒളിമ്പിക്സിൽ പോയി അതിന് സ്വർണ്ണ മെഡൽ നിഷേധിക്കപ്പെട്ടു 100 ഗ്രാമിൽ. അതിന്റെ പിന്നിലൊക്കെ എന്താണെന്നൊക്കെ നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. ഈ ബ്രിജ്ഭൂഷണെതിരെ ഒരു ചെറിയ നടപടി സ്വീകരിക്കാൻ ഈ BJP-ക്കാർ തയ്യാറായിട്ടുണ്ടോ? അതിനോട് രാജിവെക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടോ? ഈ രാജ്യം ലോകവ്യാപകമായിട്ട് അദ്ദേഹത്തിനെതിരെ പ്രതിഷേധം ഉയർന്നതല്ലേ? നിങ്ങൾ ആരെങ്കിലും അത് മറന്നുപോയിട്ടുണ്ടോ? അപ്പം ഇവരുടെയൊക്കെ ഇരട്ടത്താപ്പുകളാണ് ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത്. അല്ലാണ്ട് ഞാൻ പറഞ്ഞത് ആ ഇരട്ടത്താപ്പ് നമ്മുടെ നാട്ടിൽ എല്ലാ പാർട്ടിയും പ്രകടിപ്പിക്കുന്നതാണ്. അതായത് മറുഭാഗത്താണ് സംഭവമെങ്കിൽ ഉടനെ ധാർമ്മികമായ വാദങ്ങൾ ഉന്നയിക്കും. നമ്മുടെ പക്ഷത്താണിതെങ്കിൽ അതിന് മറ്റൊരു ധാർമ്മിക വശം ചമയ്ക്കാൻ നമ്മൾ ശ്രമിക്കാതെ, അതാണ് ഈ പറഞ്ഞത്, എന്ത് ഗുരുതരമായ ആരോപണമാണെങ്കിലും രാഷ്ട്രീയത്തിന്റെ പേരിൽ നമ്മുടെ നിലപാടുകൾ മാറാറുണ്ട് എന്നതൊരു വസ്തുതയാണല്ലോ. നമ്മളിപ്പോ അങ്ങ് പറഞ്ഞ ബ്രിജ്ഭൂഷന്റെ കാര്യമാകട്ടെ, ഭരണപക്ഷത്തെ MLA മാരുടെ കാര്യമാകട്ടെ, ഇവിടെ മുകേഷിന്റെ കാര്യമാകട്ടെ, ഇതിങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കും. ജനം ഇത് കാണുകയും ചെയ്യും. അല്ല, ഒരു മറുപടി ഞാൻ പെട്ടെന്ന് നിങ്ങൾ ഇടവേളയ്ക്ക് പോകുന്നതിന് മുമ്പ് മറുപടി വരാം. അതായത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ട വസ്തുത, കേരളത്തിന്റെ ഇത് ഏറ്റവും കൂടുതൽ ഉന്നയിക്കേണ്ട കേരളത്തിന്റെ പ്രതിപക്ഷം, അതായത് ബഹുമാനപ്പെട്ട VD സതീശനാണ്. ഈ നിമിഷം വരെ മുകേഷ് രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല. അത് CPM-ഉം കേരളത്തിലെ ജനങ്ങൾ തീരുമാനിക്കേണ്ടതാണ് പറഞ്ഞത്. രാജിവെക്കേണ്ടതിന് വാക്ക് എന്തുകൊണ്ട് അദ്ദേഹം പറയാത്തത്? അദ്ദേഹത്തിന് അറിയാം രാജിവെക്കേണ്ട കാര്യമില്ലെന്നുള്ളത്. കാരണം അദ്ദേഹത്തിനോട് 2 ഇടത്തും വലത്ത് ഓരോരുത്തരിപ്പുണ്ട്. ഇതിലും വലിയ സീരിയസ് കേസിൽ കോടതി ഇടപെട്ട കേസുമായിട്ടിരിപ്പുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് അറിയാം അദ്ദേഹം മോശക്കാരാണ്, വളരെ മിടുക്കനായിട്ടുള്ള പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ആ കാര്യത്തിൽ എനിക്ക് അദ്ദേഹത്തോട് റെസ്പെക്ട് ഉള്ള ആളാണ്. രാഷ്ട്രീയപരമായിട്ട് ഞങ്ങളെ എതിർക്കും. എന്തുകൊണ്ട് ആവശ്യപ്പെടാത്ത? കിള്ളിക്കഴിച്ച് ചോദിച്ചില്ലേ മാതൃഭൂമി വരെ ചോദിച്ചില്ലേ? എന്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞ് അദ്ദേഹം രാജ്യം ആവശ്യപ്പെടാത്തത്? അവർ ഒറ്റ കാരണം മാത്രം പറയാം. പിന്നെ കൊല്ലത്ത് വരെ പ്രകടനം നയിക്കുന്നുണ്ട്. അതിന് കാരണം എന്താന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് ആരാണ് ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്ന് മത്സരിക്കാനായിട്ട് വേഷം കെട്ടി നിൽക്കുന്നത്, അവരുടെയൊക്കെ വെസ്റ്റഡ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് പിന്നിലോട്ട് നമുക്കറിയാൻ പറ്റും. അപ്പൊ അതൊന്നും അല്ല. ധാർമ്മികത എല്ലാവരും പുലർത്തണം എന്നുള്ള കാര്യത്തിൽ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്ന ആ അധാർമിക കാര്യങ്ങൾക്ക് നമ്മൾ പലപ്പോഴും പ്രതികരിച്ചിട്ടുള്ളൂ, ഒരു തർക്കമല്ല കാര്യത്തിൽ. കാരണം നമ്മൾ ഈ സൊസൈറ്റി ജീവിക്കുന്നതാണ്, ഭാര്യയുണ്ട്, മക്കളുണ്ട്, നമ്മുടെ സഹോദരങ്ങളായിട്ടുള്ള സ്ത്രീകളൊക്കെ സമൂഹത്തിലുണ്ട്. അതുകൊണ്ട് അവർ സുരക്ഷിതരായിരിക്കണമെന്ന് ചിന്തിക്കുന്നവരാണ് ഞാനും ലാലി മിനിസ്റ്ററിനും അടക്കമുള്ള പൊതുസമൂഹം, നിവീഷ് ഉൾപ്പെടെ, ഒരു തർക്കമല്ല കാര്യത്തിൽ. പക്ഷെ വൺ സൈഡ് മാത്രമായിട്ട് ചർച്ച ചെയ്തത്, ആ വൺ സൈഡാണ് നമ്മളെ ദ്രോഹിക്കുന്നത്. ആ വൺ സൈഡ് മാത്രം സ്വന്തം തെറ്റ് ചെയ്തവരെ പോക്കറ്റിൽ വെച്ച് സംരക്ഷിക്കുകയും മറ്റുള്ളവരോട് നിങ്ങൾ അത് തെറ്റ് ചെയ്തതാണ് നിങ്ങൾ മാറി നിൽക്കാൻ പറയുന്നതിനകത്തൊരു അധാർമ്മികത ഇല്ലേ? ആ അധാർമ്മികത മാത്രമേ ഇവിടെ ചോദ്യം ചെയ്യുള്ളൂ. നാളെ ഞങ്ങളുടെ പാർട്ടി തീരുമാനം എടുക്കുകയാണ്, മുകേഷ് രാജിവെക്കേണ്ട സാഹചര്യത്തിലേക്ക് വന്ന പാർട്ടി തീരുമാനം എടുക്കുകയാണെങ്കിൽ ഞാനൊക്കെ കൈയടിച്ച് സ്വീകരിക്കും, ഒരു തർക്കം നിങ്ങൾ സംശയിക്കേണ്ട കാര്യത്തിൽ. പക്ഷെ ഇപ്പോൾ അത് സമ്മതിക്കത്തില്ല. കാരണം ഞാൻ ഈ പറഞ്ഞ കാരണങ്ങളാണ് അതിനകത്ത് വ്യക്തം. ഞാൻ അതിനുള്ള മറുപടിക്ക് ശ്രീ ലാലി വിൻസെന്റിലേക്ക് വരാം. ഈ നമ്മൾ സിനിമയുമായി ബന്ധപ്പെട്ട് തുടങ്ങിയ വിവാദങ്ങളാണ് ഇങ്ങനെ രാഷ്ട്രീയത്തിൽ വലിയൊരു പോരിലേക്ക് എത്തി നിൽക്കുന്നത്. അപ്പോഴും നമുക്ക് സിനിമയിലെ ഒരു ഡയലോഗേ പറയാൻ കഴിയൂ. കാരണം സ്വന്തം വീട്ടിലെ ചോർച്ചടച്ചിട്ട് പോരെ എന്ന് തമാശയിൽ പറഞ്ഞതാണെങ്കിലും എല്ലാ പാർട്ടികളും പ്രതിസന്ധിയിലായി പോകുന്നത്
പലരും അവരുടെ കൂട്ടത്തിലും ഈ ഒരു വേഷം അണിഞ്ഞവർ ഉണ്ടല്ലോ എന്നതുകൊണ്ടുകൂടിയാണ് ഞാൻ ശ്രീ റെജി ലൂക്കോസിനുള്ള മറുപടി പറയാം. ഒപ്പം പ്രതിപക്ഷ നേതാവിൻ്റെ ഭാഗത്തുനിന്ന് പോലും അങ്ങനെ ഒരു ആവശ്യം ഉയർന്നിട്ടില്ല. അത് പാർട്ടി തീരുമാനിക്കട്ടെ എന്നാണ് പറഞ്ഞതെന്നാണ് ശ്രീ റെജി ലൂക്കോസ് പറഞ്ഞത്. ഇപ്പോൾ സിദ്ദിഖിനെതിരായി പരാതിയിൽ വളരെ ഗുരുതരമായ മൊഴികൾ, അതിൽ ഹോട്ടലിൽ താമസിച്ചിരുന്നു എന്നടക്കമുള്ള തെളിവുകളൊക്കെ കിട്ടിയെന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. സിദ്ദിഖ് ഒരു തരത്തിൽ അല്ലെങ്കിൽ കോൺഗ്രസുമായി വളരെ അടുത്ത ബന്ധം പുലർത്തിയിരുന്നവരുമാണ്. ഇപ്പോൾ മുകേഷ് ഇങ്ങനെ ഒരു ജനപ്രതിനിധി അല്ലായിരുന്നെങ്കിൽ രാഷ്ട്രീയക്കാർ മാറി നിന്ന് ഈ കളിയെല്ലാം കണ്ടേനെ അല്ലേ? അങ്ങനെ പറയാൻ സാധിക്കില്ല. 1000 നിരപരാധികൾ രക്ഷപ്പെട്ടാലും ഒരു കുറ്റവാളി പോലും ശിക്ഷിക്കപ്പെടാതെ പോകരുത്. അതാണ് നമ്മുടെ നിയമസംഹിതയുടെ തത്വശാസ്ത്രം. അങ്ങനെ ഇരിക്കെ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടേണം, ആരാണെങ്കിലും. അതിൽ ഉച്ചനീചത്വങ്ങളൊന്നുമില്ല. ശ്രീ റെജി ലൂക്കോസ് ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കല്ലേ എന്ന് ഞാൻ വളരെ എളിമയോടെ അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കട്ടെ. അദ്ദേഹം റെഫർ ചെയ്ത കോൺഗ്രസിലെ MLA-മാർ അവർ അന്വേഷണം നേരിട്ടവർ തന്നെയാണ്. പാർട്ടിയിലും അവരോട് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു, ഉത്തരങ്ങൾ ഉണ്ടായിരുന്നു, അല്ലാതെയും അന്വേഷണം ഉണ്ടായിരുന്നു. കുറ്റവാളികൾ എന്ന് തെളിയിക്കപ്പെട്ടിട്ടില്ല എന്നൊരു സത്യവുമുണ്ട്. ശ്രീ മുകേഷിനോട് ഞാൻ അഭ്യർത്ഥിക്കുന്നത് അത് മാത്രമാണ്. താങ്കൾ കുറ്റാരോപിതനാണ്, താങ്കൾക്കെതിരെ കേസുമുണ്ട്. ആ സ്ഥിതിക്ക് മാറി നിന്ന് അന്വേഷണം നേരിട്ട് നിരപരാധിത്വം തെളിയിച്ചു വരാമല്ലോ. ശ്രീ ഗണേഷ് കുമാറിനെതിരെ കേസുകൾ ഉണ്ടായപ്പോഴൊക്കെ നമുക്കിത് അറിയാവുന്ന കാര്യങ്ങളാണ്. അങ്ങനെ ഓരോരുത്തരുടെ പേരിലും ഉണ്ടായപ്പോൾ ഇതെല്ലാം അറിയാവുന്ന കാര്യങ്ങളാണ്. അന്വേഷണം നേരിടാനുള്ള ധൈര്യം കാണിക്കുക എന്നുള്ളതാണ് മര്യാദ. അന്വേഷണം നേരിടുമ്പോൾ MLA രാജിവെച്ച് പുറത്തു നിൽക്കണ്ടേ? തന്റെ സ്വാധീനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണോ അന്വേഷണത്തെ നേരിടുക? തന്റെ സ്വാധീനങ്ങളെ ഉപയോഗിച്ചുകൊണ്ടാണ് കോടതിയിൽ പോവുക? പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് മാർക്സിസ്റ്റ് പാർട്ടി തീരുമാനിക്കട്ടെ എന്നാണ്. മാർക്സിസ്റ്റ് പാർട്ടിക്ക് തീരുമാനിക്കാനുള്ള ഒരു സാവകാശം നൽകുന്നു എന്ന് പ്രതിപക്ഷ നേതാവ് സൂചിപ്പിച്ചാൽ അതിന്റെ അർത്ഥം കുറ്റവാളിയെ സപ്പോർട്ട് ചെയ്യുന്നു എന്നല്ല. എന്താണ് അങ്ങനെ ഒരു ദുർവ്യാഖ്യാനം ഉണ്ടായത്? ശ്രീ മുകേഷിന്റെ കാര്യത്തിൽ 2 ഭാര്യമാർ അദ്ദേഹത്തെ വേണ്ട എന്ന് വെച്ച് പോയിട്ടുണ്ട് എന്ന ചരിത്രമുണ്ട്. ലോകത്തിൽ ആരെങ്കിലും ഇടപെട്ട് എന്തെങ്കിലും ചോദിച്ചോ? രാഷ്ട്രീയക്കാർ ചോദിച്ചോ? നാട്ടുകാർ ചോദിച്ചോ? ആരെങ്കിലും ചോദിച്ചോ? അത് അദ്ദേഹത്തിന്റെ സ്വകാര്യതയായിരുന്നു. ഇത് ഒരു പരാതിക്കാരി ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 21 അനുസരിച്ച് ജീവനും സ്വത്തിനും ആത്മാഭിമാനത്തിനും സംരക്ഷണം നൽകാൻ ഭരണഘടനയിൽ അവകാശമുള്ളപ്പോൾ, ഉത്തരവാദിത്തമുള്ളപ്പോൾ ആയത് ലഭിക്കേണ്ട ഒരു വ്യക്തി തന്റെ ശരീരത്തെക്കുറിച്ച്, തന്റെ ശരീരത്തോട് ചെയ്ത അതിക്രമത്തെക്കുറിച്ച് പരാതി പറയുമ്പോൾ ആ പരാതി ഒരു കേസായി മാറുമ്പോൾ നിയമം കയ്യിലെടുക്കാൻ MLA-ക്കോ മാർക്സിസ്റ്റ് പാർട്ടിക്കോ കഴിയുമോ? അതിലിനി ആ മര്യാദ തീർച്ചയായും തീരുമാനിക്കേണ്ടത് എനിക്ക് വ്യക്തിപരമായി മുകേഷ് തന്നെയാണ്. താൻ ഇങ്ങനെ ഇത്രയും ഒരു വലിയ ആരോപണ ശരങ്ങൾക്കിടയിൽ ആ ഒരു MLA എന്ന സ്ഥാനം അതിങ്ങനെ മുറുകെ പിടിച്ചു നിൽക്കണോ, അതോ മാറി നിന്നത് തെറ്റാണെന്ന് തെളിയിച്ച് തിരിച്ചു വരാനുള്ള ഒരു ആത്മവിശ്വാസം അദ്ദേഹത്തിനുണ്ടോ എന്നൊക്കെ അദ്ദേഹമാണ് പറയേണ്ടത്. ശ്രീ റെജി ലൂക്കോസ്, അവസാനമായി ഇപ്പോൾ പാർട്ടി ഇങ്ങനെ ഒരു കവചം തീർക്കുമ്പോഴും അങ്ങ് പറയുന്നു അതൊരു അതിൻ്റെ ആവശ്യമില്ല, പുറത്തു പോകേണ്ട ആവശ്യമില്ല, ആരോപണം തെളിയിക്കപ്പെടട്ടെ എന്ന് പറയുമ്പോഴും CPI-യുടെ അല്ലെങ്കിൽ ഇടതുപക്ഷത്ത് തന്നെ ഭിന്നാഭിപ്രായങ്ങളുണ്ടല്ലോ. ഇപ്പോൾ ആരാണ് കൃത്യമായി പറഞ്ഞതെന്ന് വെച്ചാൽ അത്തരം പ്രത്യക്ഷ പ്രതികരണങ്ങളില്ല. പക്ഷേ CPI-യുടെ ഭാഗത്തുനിന്ന് ഈ നിലവിലെ ഒരു രീതിയോട് വലിയ വിയോജിപ്പുണ്ട് എന്നാണല്ലോ അറിയുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. ഈ CPI എന്തിനാണ് നിങ്ങൾ ആ രീതിയിൽ വാർത്തകൾ കൊടുക്കുന്നത്? CPI-യുടെ ഔദ്യോഗികമായിട്ട് പറയേണ്ടതാണ് ബിനോയ് വിശ്വമാണ്. അവരുടെ പാർട്ടി കൗൺസിലർ കൂടുന്നുണ്ട്, മറുപടി പറയാന്ന് പറഞ്ഞു. അദ്ദേഹം ഇതുവരെ അതിനെ കുറിച്ച് പറഞ്ഞത് രാജിവെക്കണ്ടെന്നാണ് ഇന്ന് അദ്ദേഹം രാവിലെ നിങ്ങൾ മാധ്യമങ്ങളോട് പറഞ്ഞത്. നിങ്ങൾ മാധ്യമങ്ങൾ ചോദിച്ചു, അദ്ദേഹം രാജിവെക്കേണ്ട ആവശ്യമില്ലാന്ന് തന്നെയാണ് ആ ബിനോയ് വിശ്വം പറഞ്ഞത്. പിന്നെ ആനിരാജ് ആവശ്യപ്പെട്ടുള്ളത് സ്വാഭാവികമാണ്. അവരുടെ ഔദ്യോഗിക നിലപാട് പറയട്ടെ, അവർക്ക് ആ ഔദ്യോഗിക നിലപാട് പറയാൻ പറ്റും. അവർക്ക് LDF പിന്നെ പറയാം, പരസ്യമായിട്ട് പറയാം, ഒരു തെറ്റുമില്ല കാര്യത്തിൽ. അപ്പൊ CPI പറയാത്തൊരു അഭിപ്രായം എങ്ങനെയാ CPI-ൽ അടിച്ചേൽപ്പിക്കുന്നത്? അതാണ് ഞാൻ പറഞ്ഞത്. ഇത് വൺ സൈഡാണ്. ഈ ധാർമ്മികതയും ഈ രാജീവ്കാരിയൊക്കെ സംസാരിക്കുന്നത് എല്ലാവർക്കും ബാധകമാണത്. മറ്റു പിന്നെ കോൺഗ്രസിലെ അവരോടും 2 പേരോടും ബഹുമാനപ്പെട്ട ലാലി മിനിസ്റ്ററിനെ പോലെയുള്ള റിപ്പോർട്ടറായിട്ടുള്ള മുതിർന്ന മാധ്യമ കോൺഗ്രസ് നേതാവ് ഒന്ന് ആവശ്യപ്പെടും, നിങ്ങൾ രണ്ടും മാറി നിൽക്കേ. ഇടത് വർഷം പറയുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെ തന്നെ 10 മണിക്ക് മുമ്പായിട്ട് ഈ മുകേഷിന് രാജിവെക്കും, പാർട്ടി ആവശ്യപ്പെടും. അപ്പൊ ഒരു തട്ടിൽ 2 വിളമ്പന്റെ ആവശ്യമില്ലല്ലോ. 2 പേരും ജനങ്ങളെ 3 പേരും ജനങ്ങളെ അഭിമുഖീകരിച്ച് ജയിച്ചു വന്നവരാ. പിന്നെ അദ്ദേഹത്തെ കുറിച്ചുള്ള ആരോപണങ്ങള്, അദ്ദേഹത്തെ കുറിച്ച് നിങ്ങൾ ഉന്നയിക്കുന്ന ഒരു ആരോപണം എന്ന് പറയുന്നത് 2016 മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിന്റെ ഭാര്യ സരിത ഉന്നയിച്ച ആരോപണം. ആ ആരോപണം ചെറുതാണെന്ന് ഞാൻ പറയത്തിലുണ്ട്, അത് പറയാൻ മാത്രമുള്ള വിട്ടിയൊന്നുമില്ല. പക്ഷെ അതിനുശേഷമാണ് 17,000 വോട്ടിൽ 2016 അദ്ദേഹത്തെ കൊല്ലത്തെ ജനങ്ങൾ ജയിപ്പിച്ചു. ഇതെല്ലാം കൊല്ലത്തെ ജനങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളല്ലേ. അപ്പൊ ആ ജനങ്ങൾ പട്ടന്മാരാണോ?
അപ്പൊ സ്വാഭാവികമായിട്ട് അത് തന്നെയുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് കൊല്ലത്തെ ആൾക്കാർക്ക് നല്ല മതിപ്പാ. അദ്ദേഹത്തോട് എന്തായാലും അങ്ങ് പറഞ്ഞ ഒരു കാര്യം തന്നെയാണ്. നമുക്ക് പല നിലപാടുകൾ അല്ലെങ്കിൽ പല സമയത്ത് വരുന്നുണ്ട്. അത് രാഷ്ട്രീയം അതിന് വലിയ കാരണമാകും. എന്തായാലും മുകേഷ് തീരുമാനിക്കട്ടെ, പാർട്ടി തീരുമാനിക്കട്ടെ, ധാർമ്മികമായി ഏതാണ് ശരി, അതോ ആരോപണം തെളിഞ്ഞാൽ മാത്രം ഈ സ്ഥാനത്ത് നിന്ന് പിന്മാറുമെന്ന നിലപാടാണോ? എന്തായാലും ജനങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, അവർ തീരുമാനിക്കട്ടെ. വളരെ നന്ദി ശ്രീ റെജി ലൂക്കോസ്. ഒപ്പം ശ്രീമതി ലാലി വിൻസെന്റ് വിശദമായി കാര്യങ്ങൾ സംസാരിച്ചു. ഇപ്പോൾ